നിങ്ങൾ അറിഞ്ഞോ മോദി സർക്കാരിന്റെ സഞ്ചാർ സാഥി ആപ്പിനെ കുറിച്ചിട്ട്? അതായത് നമ്മളുടെയൊക്കെ എല്ലാവരുടെയും മൊബൈൽ ഫോണുകളിൽ ഈ ആപ്പ് നിർബന്ധമായും ഇൻസ്റ്റാൾ ചെയ്യണം എന്നാണ് പറയുന്നത്. നമസ്കാരം. ഒരു പുതിയ ഞെട്ടിക്കുന്ന വാർത്തയുണ്ട്. മോദി സർക്കാർ ഇനി നമ്മുടെ ഒന്നും സമ്മതം പോലും വാങ്ങാതെ നമ്മുടെയൊക്കെ ഫോണിനുള്ളിലേക്ക് കടക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു എന്നത് നിങ്ങൾ അറിഞ്ഞോ? അതെ, ഇന്ത്യയിലെ എല്ലാ മൊബൈൽ ഫോണുകളിലും സഞ്ചാർ സാഥി എന്ന സർക്കാരിന്റെ നിർബന്ധമായ ഒരു ആപ്പ് നിർബന്ധമായും പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. എല്ലാ പുതിയ ഫോണുകളിലും ഈ ആപ്പ് നിർബന്ധമായി പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ഉത്തരവ് എല്ലാ നിർമ്മാതാക്കൾക്കും നൽകി കഴിഞ്ഞു. പഴയ ഫോണുകളിൽ പോലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ വഴി ഈ ആപ്പ് നിർബന്ധമായി നൽകിയേക്കും. കൂടാതെ ഒരാളും ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുകയോ ഡിസേബിൾ ചെയ്യുകയോ നിയന്ത്രിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന നിർദ്ദേശവുമുണ്ട്. അതായത് അടുത്ത 90 ദിവസത്തിനുള്ളിൽ ഈ ആപ്പ് എല്ലാ ഫോണുകളിലും ഉണ്ടായിരിക്കണം. ഇതാണ് നിബന്ധന. ഇനി എന്താണ് അവർ പറയുന്ന ഈ സഞ്ചാർ സാഥി ആപ്പ്? സർക്കാരിന്റെ വിശദീകരണം അനുസരിച്ച് ഇത് ഒരു സൈബർ സെക്യൂരിറ്റി ആപ്പാണ്. അതായത് സൈബർ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യാനും നഷ്ടപ്പെട്ട ഫോണുകൾ കണ്ടെത്താനും അങ്ങനെയുള്ള സേവനങ്ങൾ എളുപ്പത്തിൽ നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. കേൾക്കുമ്പോൾ വളരെ നല്ലതും വളരെ നിഷ്കളങ്കവുമായിട്ടൊക്കെ നമുക്ക് തോന്നുമായിരിക്കും, ഒരു സേവനമായൊക്കെ നമുക്ക് തോന്നുമായിരിക്കും. പക്ഷേ അവർ പറയാത്തൊരു ഭാഗമുണ്ട്. ആ ഭാഗമാണ് പ്രശ്നം. അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെയുള്ള ഔദ്യോഗിക ലിസ്റ്റിംഗിൽ തന്നെ ഈ ആപ്പ് ഉപയോക്താക്കളുടെ കോള്, SMS ലോഗുകള്, ഫോട്ടോകൾ, ഫയലുകൾ, ക്യാമറ ആക്സസ് വരെ സർക്കാരിന് ലഭ്യമാകുമെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഫോൺ മോഷണം റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബാർകോഡ് സ്കാൻ ചെയ്യാനും ഫോട്ടോ അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ആക്സസ് ആവശ്യമാണെന്ന് ആപ്പ് കൃത്യമായി പറയുകയാണ്. പക്ഷെ ഒരു വലിയ ചോദ്യം ഉയരുന്നത്, ഇതെല്ലാം സഞ്ചാർ സാഥിയുടെ വെബ്സൈറ്റിലൂടെ ചെയ്യാമെങ്കിൽ എങ്ങനെ ഈ ആപ്പ് നിർബന്ധമായും ഫോണിൽ തന്നെ ഉണ്ടാകണം? അപ്പോ ഒരു പൗരന്റെ സ്വകാര്യ ഫോണിലെ ഡേറ്റ നേരിട്ട് സർക്കാരിന് ലഭ്യമാവുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത് നമ്മുടെയൊക്കെ സ്വകാര്യതയുടെ, നമ്മുടെയൊക്കെ പ്രൈവസിയുടെ, അതായത് അടിസ്ഥാനപരമായ അവകാശത്തിന്റെ ലംഘനമല്ലേ? ഓരോ പൗരന്റെയും ഓരോ ചുവടുവയ്പും സർക്കാരിന് അറിയാൻ മോദി സർക്കാർ സംസ്ഥാനത്ത് അനുമതിയുള്ള ഒരു നിരീക്ഷണ യന്ത്രം, അതായത് സ്റ്റേറ്റ് സാങ്ഷൻ സർവൈലൻസ് ആരംഭിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ജ്യോതിരാദിത്യ സിന്ധ്യ വ്യക്തമാക്കിയത് ഉപയോക്താക്കൾക്ക് ഈ ആപ്പ് ഡിലീറ്റ് ചെയ്യാനും രജിസ്റ്റർ ചെയ്യാതെ പ്രവർത്തനരഹിതമാക്കി വെക്കാനും ഒക്കെ കഴിയുമെന്നാണ്. പക്ഷെ അതിലൊരു വലിയ വിരുദ്ധതയുണ്ട്. അങ്ങനെയായാൽ ആപ്പിന്റെ പ്രവർത്തനം ഡിസേബിൾ ചെയ്യുകയോ നിയന്ത്രിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് ഔദ്യോഗിക ഉത്തരവിൽ പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ആശങ്കകൾ കൂടുതൽ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കഴിഞ്ഞ മാസം നോട്ടിഫൈ ചെയ്ത ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ഇതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. കാരണം ഈ ആക്ട് പ്രകാരം ഈ നിയമം രാജ്യത്തിന്റെ അഖണ്ഡതയും സ്വാധീനവും ഒക്കെ സംരക്ഷിക്കുന്ന പേരിൽ ഒരു വ്യക്തിയുടെ ഫോണിനുള്ളിലെ എല്ലാ ഡാറ്റയും, ചാറ്റുകളും, ഫോട്ടോകളും അങ്ങനെ എന്തും ഉപയോക്താവിന്റെ അനുവാദമില്ലാതെ പോലും സർക്കാർ ആവശ്യപ്പെട്ടാൽ കൈമാറണം എന്ന് കൃത്യമായി പറയുകയാണ്. അതുകൊണ്ട് ഒരു നിർണായകമായ ചോദ്യം